നോമ്പ് തുറന്നു. അപ്പോൾ ഞങ്ങൾ ബീഫ് കറിയും വെള്ളപ്പം ഉണ്ടാക്കാൻ പോണത്. ബീഫ് ഇതങ്ങനെ തിളച്ചുകൊണ്ട് വെക്കുന്നത്, അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ തേങ്ങാക്കൊത്തും ബീഫ് ഉണ്ടാകും. ഒരു സ്റ്റൗമിൽ ഒരു ഫ്രൈ പാൻ വെക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, വളരെ രുചികരവും സ്വാദിഷ്ടവും വളരെ വൈവിധ്യവും മാറുന്നിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ബീഫ് വിത്ത് കോക്കനട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒരു മറ്റൊരു കൈ കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിത്തെറിക്കുന്നറിയോ? ഈ പൊട്ടിത്തെറിക്കുന്നത് ലേശം വെള്ളം ഉണ്ടായിരുന്നില്ല, ജലം. അപ്പോൾ നിങ്ങളുടെ ഒരു കിച്ചണിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ വളരെ രസകരമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കാതെ കാര്യങ്ങൾ ഭർത്താവിനോടോ വാപ്പാനോടോ മക്കളോടും ദേഷ്യം പിടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിമിതിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കാനും അതുപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആക്കാൻ ചെറിയൊരു പാട്ട് പാടാം. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീ എല്ലാതാരുമില്ല തോനേന്റെ കരളിന്റെ ഒരു കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം തുര്യണമെന്റെ തമ്പുരാനേ. നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നു, നേർവഴി കാട്ടിപ്പിഴവെല്ലാം പൊറുത്തിടണേ. നീറുന്ന മനസ്സിൽ നീ കുളിർ വീശിത്തരണേ. മത്തും റഹ്മത്തും നിറക്കണ്ട് പരലേ. പരമതയാപരനായ സുബ്ഹാനേ, എൻ കൽവിനുള്ളിൽ കടലും വേദന തീർച്ചിനി റഹ്മാനേ. അല്ലാഹു അല്ലാതാരുമില്ല രക്ഷ എനിക്ക് ആദിയോനെ ഇന്നെനിക്ക്. ഉപ്പിടില്ലേ? ഉപ്പിന് പകരം അവിടെ പഞ്ചസാര ഇടുന്നു, മാണി പോരോ. അപ്പോൾ നമ്മൾ തേങ്ങ നന്നായിട്ട് ഈ സോപ്പ് ആവില്ല, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, തേങ്ങ ഒഴിച്ചു, ലാസ്റ്റ് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇനി അത് മിക്സ് ആക്കണം, ഇനി അത് മിക്സ് ആക്കണം. ഇല്ലേ? ഓ മോനെ അപ്പം എന്തപ്പാണിത്? ഇതാണ് അപ്പം. അപ്പം ഇതാണ് വെള്ളപ്പം. വെള്ളപ്പം ഉണ്ടാക്കണം കേട്ടോ. മനസ്സുകൊണ്ട് ഒരു കാര്യമുണ്ട്, ആഗ്രഹിച്ചാണല്ലോ, അത് നടത്തിയിരിക്കും. എന്താ ഞാനാണ് ഇതിന് തയ്യാറെടുത്തത്. ഇയാൾ വളരെ ചൂടായതാണ് നിങ്ങൾ നൗഷാദ്. ഇട്ടോ ധൈര്യം ഇട്ടോ, തേങ്ങാക്കൊത്താണ് ഞാൻ ഉണ്ടാക്കിയതാണ്.